എത്ര വലിയ സ്നേഹമാണ് അല്ലാഹുവിനുള്ളത്. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും പൊറുക്കുന്ന റബ്ബാണേ നിനക്കതു തന്നെയും. നീ എത്ര വലിയ തെറ്റ് നിന്റെ ജീവിത സാഹചര്യത്തിൽ നിനക്കുണ്ടായാലും നല്ല മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനോട് നീ അത് ഏറ്റു പറഞ്ഞാൽ അത് അള്ളാഹു നിനക്ക് പൊറുത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ? വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ തവ്വാബർ റഹീമാ. നീ ഒരു ദോഷം ചെയ്താൽ, നീ ഒരു അക്രമം ചെയ്താൽ, അത് അള്ളാഹുവിനോട് നീ ഇസ്തിഗ്ഫാർ ചെയ്ത് ഏറ്റുപറഞ്ഞാൽ അള്ളാഹു നിനക്കത് പൊറുത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നില്ലേ? അല്ലാഹ് പറയുന്നില്ലേ? അല്ലയോ എന്റെ അടിമകളെ, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. പക്ഷേ നമുക്കെവിടെയാണ് സമയം? എപ്പോഴാണ് നമ്മൾ ഒരു 100 ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം എല്ലാ ദിവസവും, ചുരുങ്ങിയതൊരു 100 ഇസ്തിഗ്ഫാർ എങ്കിലും ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റമളാൻ അതിനൊരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു തെറ്റിന്റെ ഒരു ലവലേശം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു തെറ്റിന്റെ കണിക പോലും അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടുന്ന് പാപസുരക്ഷിതരാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കളവും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, നമുക്ക് കാണാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ എത്രയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു വിചിന്തനം നമ്മൾ ഇവിടെ നടത്തണം. എല്ലാ ദിവസവും ഒരു ഇസ്തിഗ്ഫാർ, ഒരു 100 ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ കൂടിപ്പോയ നിസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം ചൊല്ലും. അതിനപ്പുറം നമ്മുടെ ഇസ്തിഗ്ഫാർ ഒന്ന് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മുടെ ഖൽബെല്ലാം അല്ലാഹുവിലേക്ക് മാറ്റിവെച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്തിഗ്ഫാറിന്റെ പവർ എത്ര വലുതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, എല്ലാത്തിനും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. നിങ്ങൾക്ക് സമ്പത്ത് വേണോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. സന്താനങ്ങൾ നന്നാവണോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. എന്താണ്? ഒരു മനുഷ്യൻ, അദ്ദേഹം വന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് ഒരു ആവലാതി പറയുകയാണ്. എന്താണ് ആവലാതി? ഞങ്ങൾക്ക് മഴയില്ല തങ്ങളെ, മഴയില്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. ഞങ്ങൾക്ക് മഴയില്ല, മഴയില്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. കൃഷിപ്പാടങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, ജീവജാലങ്ങൾക്ക് വെള്ളം കൊടുക്കാനില്ല, ഞങ്ങൾക്കൊന്നും ദാഹമകറ്റാൻ വെള്ളമില്ല. അതുകൊണ്ട് അങ്ങൊന്നു ദുആ ചെയ്യണം തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി വന്ന് പറയുന്നു, അല്ലയോ ഹസനുൽ ബസരി തങ്ങളെ, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതൻ, താബിഈയാണ്, സ്വഹാബത്തിനെ കണ്ട മഹാനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ മുലപ്പാല് കുടിച്ച മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽപ്പെട്ട വലിയ പ്രമുഖൻ, മഹാനവർകൾ വലിയ ആബിദാണ്, എപ്പോഴും അല്ലാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന
പുലർത്തുന്ന വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ആവലാതി വന്ന് ബോധിപ്പിക്കുമ്പോ അതിൽ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞത്, ഹസൻ ബസരി തങ്ങളെ, വല്ലാത്ത ദാരിദ്ര്യമാണ്, വല്ലാത്ത ദാരിദ്ര്യം മൂലം വളരെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. വേണ്ട രൂപത്തിൽ ഒന്ന് വയറ് നിറയ്ക്കാൻ ഭക്ഷണമില്ല, വേണ്ട രൂപത്തിൽ ഒന്ന് വയറ് നിറയ്ക്കാൻ ഭക്ഷണങ്ങളില്ല. മക്കൾ വളരെ പ്രയാസത്തിലാണ്, കുടുംബങ്ങൾ വളരെ വിഷമത്തിലാണ്. ദാരിദ്ര്യം മാറാൻ അങ്ങ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തഗ്ഫിറൂ, അല്ലാഹുവിന് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ. മൂന്നാമതൊരാൾ വരികയാണ്. പിന്നീട് ഒരു ദിവസം ഹസൻ ബസരി തങ്ങളോട് പറയുന്നു, തങ്ങളെ, വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളേറെയായി, മക്കളില്ല, ഇതുവരെ സന്താന സൗഭാഗ്യമില്ല. ആഖിറത്തിൽ മുതൽ കൂട്ടാകുന്ന ഒരു സ്വാലിഹായ ഒരു സന്താനം എനിക്ക് വേണം. അങ്ങ് ദുആ ചെയ്യണം, അതിന് പരിഹാരം പറഞ്ഞു തരണം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അതിനും പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അല്ലാഹുവിനോട് പാപമോചനം തേടിക്കോ. നാലാമത്തെ ഒരാൾ വരുന്നു. അദ്ദേഹം മഹാനവറുകളോട് പറയുന്നത് വേറൊരു വിഷയമാണ്. തങ്ങളെ, എന്റെ കൃഷിയിടത്തിൽ ഞാൻ ഒരുപാട് കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷേ എന്റെ കൃഷിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആ കൃഷിയിൽ വലിയ ബറക്കത്ത് ലഭിക്കുന്നില്ല. എന്റെ ബിസിനസ് പൊട്ടിപ്പോവുകയാണ്. എന്റെ കച്ചവടം കുറഞ്ഞു പോയി തങ്ങളെ. എന്റെ കൃഷിപ്പാടം ഇല്ലാതായി പോയി തങ്ങളെ. അതിൽ വലിയ നാശം സംഭവിച്ചു പോയി. അതിന് അങ്ങൊരു പരിഹാരം തരണം, അങ്ങനിക്ക് വേണ്ടി ദുആ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടും ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത് ഇസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടൂ, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടൂ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പല ആളുകളും ആ സദസ്സിൽ വന്ന് പല ആവശ്യങ്ങൾ പറഞ്ഞപ്പോഴും പരിഹാരം ഒന്നാണ്. തലവേദന വന്നാലും, പനി വന്നാലും, ജലദോഷം വന്നാലും, നടുവേദന വന്നാലും പാരസെറ്റമോൾ എടുത്ത് കഴിക്കും പോലെ എല്ലാ വിഷയങ്ങൾക്കും, എല്ലാ പരാതികൾക്കും ഒരു പരിഹാരം. എന്താണ്? ഇസ്തിഗ്ഫാർ. കണ്ടോ? നമ്മളൊന്നും മനസ്സിലാക്കണം. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലണം. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും, അല്ലേ? അപ്പൊ സദസ്സിലുണ്ടായിരുന്ന ഒരാള് ഉടൻ തന്നെ എണീച്ച് എന്ന് രഹസ്യമായിട്ട് ഹസനുൽ ബസരി തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളെ, പല ആളുകളും പല ആവലാദികളാണല്ലോ അങ്ങയോട് വന്ന് പറഞ്ഞത്. കുട്ടി നന്നാകാൻ, കുട്ടി ഉണ്ടാകാൻ, ദാരിദ്ര്യം മാറാൻ, മഴ ലഭിക്കാൻ, കൃഷിയിടം നന്നാകാൻ, കച്ചവടത്തിന് ബർക്കത്തുണ്ടാകാൻ എന്നിങ്ങനെ പല ജാതി അഭിലാഷങ്ങളുമായിട്ട് വന്നവർക്കെല്ലാം അങ്ങ് പറഞ്ഞ പരിഹാരം ഇസ്തിഗ്ഫാർ നടത്തുക എന്നാണല്ലോ. എല്ലാവർക്കും ഒരേ മാർഗമല്ലേ അങ്ങ് നിർദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, ഞാൻ അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തത് എന്റെ ആഗ്രഹപ്രകാരം അല്ല, മറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, വയുർസിലുസ് സമാഅ മിദ്റാറാ. അതേ സൂറത്തുൻ നൂഹ് നോക്കിയാൽ നമുക്ക് കാണാം, ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിനായി നിങ്ങൾ പാപമോചനം ചെയ്താൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു സഫലീകരിച്ചു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഴ വർഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ഞാൻ എല്ലാവരോടും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു.
കണ്ടോ? അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അതിന് വലിയ കൂലിയാണ്. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റിക്കൊണ്ട് നമ്മളും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരു 100 ഇസ്തിഗ്ഫാർ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് സർവ്വതും മാറ്റിവെച്ച് ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് എല്ലാ ദോഷങ്ങളും പൊറുക്കണം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണം, നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറണം, നമുക്ക് വേണ്ടതെല്ലാം കിട്ടണം എന്ന നിയത്തോടു കൂടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.